പക്ഷെ എന്നോട് അടുത്ത് വന്നിട്ട് പറയാ, "നിങ്ങളെ മുഖത്ത് എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ." അപ്പൊ ഞാൻ ശരിക്കും പറയാൻ ഉള്ളിൽ അന്നേരം തന്നെ ദൈവത്തിന് സ്തുതി, എസ്എമ്മിന് സ്തുതി. ആ പറഞ്ഞ വാക്കുകൾ ദൈവത്തിന് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം എസ്എം പറയാറുണ്ട്, പിന്നെ ഹൈ പ്രൊഫൈലായിട്ട് ഇങ്ങനെ ഒരാളുടെ മുന്നിൽ നമ്മളെപ്പോഴും ലോ പ്രൊഫൈൽ ആയിരിക്കണം. ഞാൻ എൻ്റെ മുഖം കണ്ടില്ലേ, ഇങ്ങനെയുള്ളൊരു മരമൊട്ടിക്ക മുഖമാ. എങ്കിലും അദ്ദേഹത്തിന് എന്താ അങ്ങനെ ആ ഒരു പിന്നെ തോന്നിയെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എന്തോ ഒരു അപ്പൊ എനിക്ക് ഉള്ളിൽ ആകെ ഒരു എന്നിട്ട് ഞാനത് വന്ന് വൈഫിനോട് ഇങ്ങനെ പറയുകയും ചെയ്തു. അപ്പം പിന്നെ എനിക്ക് ഉള്ളിൽ ഇപ്പൊ തോന്നുന്ന ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു വല്ലാത്ത ആഹ്ലാദം എന്ന് പറഞ്ഞാല്, പണ്ട് സിനിമാ നടൻ ദിലീപ് പറഞ്ഞൊരു വാക്കാണ്. പുള്ളി സിനിമയിൽ വന്ന ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതെന്ന് പറഞ്ഞാല് 3 കോടി മലയാളികളുണ്ട്. 3 കോടി മലയാളികളിൽ 1000, 1500 പേര് സിനിമാ നടന്മാരായിട്ടുള്ളൂ. ശരിക്കും കണക്കൂട്ടിയാൽ അത്രേ ഉള്ളൂ. അതിലൊരാളാവാൻ കഴിയണേ എന്നായിരുന്നു ഞാൻ മിമിക്രി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മോഹം. അത് ഞാനായി. പിന്നെ അയാള് നായകനൊക്കെ ആയി. പക്ഷെ അത് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇന്നതിങ്ങനെ ഓർക്കാണ്. 3 കോടി മലയാളികളുണ്ട്. അതിൽ നമ്മൾ 1000 പേരെ ഈ ഒരു ദൈവസന്നിധിയിലും ദൈവപാതയിലും ദൈവയുഗത്തിലോട്ടും കടക്കാനുള്ളൂ. നമ്മള് തെരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ളൂ. കാരണം നമ്മള് അത്രയും ആ ഒരു നമുക്കെന്തോ ഉള്ളത് കൊണ്ടാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് എസ്എം വഴി. അല്ലെങ്കിൽ നമ്മള് പിന്നെ അങ്ങനെ ആവില്ല. കാരണം നമ്മൾ വെറും 1000 പേരുള്ള നമുക്ക് ചുറ്റും വീട്ടുകാരൊക്കെ ഇരിപ്പുണ്ട്. കൂട്ടിക്കോ 2000 പേര് കൂട്ടിക്കോ. അതിലൊരാളാവാൻ എനിക്ക് കഴിഞ്ഞത് എത്രമാത്രം ഞാൻ കൃതജ്ഞത കാണിക്കണം, ദൈവത്തിന് സ്തുതിക്കണം, എസ്എമ്മിനോട് പറയണം. ഇല്ലേ? വേണ്ടേ? അപ്പൊ ആ 2000 പേരില് പിന്നെ 200 ആളാവുന്ന അല്ലെ 201 ആളാവുന്ന ആ ഫൗണ്ടേഷൻ മെമ്പറിലേക്കും കൂടെ ഞാൻ എൻ്റെ ചെറിയൊരു കാൽവെപ്പ് ആദ്യം വെച്ചു. വളരെ ചെറുതാണ്. പലരും ഇതില് വലിയ കാൽവെപ്പൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ മനസ്സ് കൊണ്ട് ഞാൻ നിറച്ചിട്ട് ദൈവത്തിൽ സമർപ്പിച്ച് ചെയ്ത ഒരു കാൽവെപ്പ്. അപ്പൊ അതിലൊരു 200 ആളിൽ ഒരാൾ കൂടി ആകുന്ന ഈ 3 കോടിയിലാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ ആവുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇതിനകത്ത് മലയാളി അല്ലാത്തത് ഏതോ ഒരു തമിഴ് പറയുന്ന ഒരു അമ്മയുണ്ട്. പിന്നെ ഒരു ശ്രീലങ്കയിലുള്ള ഒരു പുള്ളിക്കാരനുണ്ട്. അല്ലേ? ബാക്കി എല്ലാവരും നമ്മൾ മലയാളീസാണ്. അപ്പൊ അതിലിങ്ങനെ ഞാൻ ഓർക്കുമ്പോൾ ഒരുപാട് എനിക്ക് സന്തോഷം. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഏത് നേരം എനിക്ക് സന്തോഷങ്ങൾ ഇങ്ങനെ എന്താ പറയാ, ഇപ്പൊ ഇതാ അയൽക്കത്തെ വീട്ടിലെ കല്യാണം ഇന്ന് കഴിഞ്ഞു. അപ്പൊ വൈഫ് പോയതാണ്ട് ഇപ്പോഴാണ് അവൾ ഇങ്ങോട്ട് മടങ്ങി വന്നത്. അപ്പൊ ഞാൻ പോവില്ല, ഞാൻ എടുക്കില്ല, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് ചണ്ട കൂടിയോള് എസ്എമ്മിന്റെ ഒരു ഒറ്റ ദിവസത്തെ മാജിക് കൊണ്ട് ഡിം എല്ലാം കഴിഞ്ഞ് പോയിട്ട് ഇതിന്റെ ഇപ്പൊ കണ്ട് കയറി വന്നിട്ടുണ്ട്. അത് തൊട്ട് മുന്നിലാണ്, വീടിന്റെ തൊട്ട് മുന്നിലാണ്. അപ്പം എന്താ പറയണ്ടേ, അതിന്റെ എല്ലാം ഒരു സന്തോഷം ഞങ്ങളും എല്ലാം പോയി കൂടി എല്ലാം വന്നിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഈ സന്തോഷത്തില് പിന്നെ മനസ്സിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ പല മതം, പല ജാതി, ഇതൊക്കെ വേറിട്ട് തന്നെയാണ്. ആരും ആരും നമ്മളെ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ അങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ ഒരിടയിൽ മറ്റു പലരിൽ നിന്നുണ്ടായ അനുഭവം കൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ ഇതിൽ വന്നപ്പോ എന്റെ മനസ്സാകെ എന്താ പറയണ്ടത് എല്ലാം കഴുകി നല്ലൊരു മറ്റേ നമ്മളെ കാർ വാഷ് സെന്ററിൽ കയറിയ പോലെ മറ്റേ തുരുമ്പൊക്കെ പോകുന്ന സാധനം അടിക്കില്ലേ, അതൊക്കെ എസ്എം നല്ലപോലെ അടിച്ച് ക്ലീൻ ആക്കി അടിയിലൊക്കെ അടിച്ച് കയറ്റി അടിക്കുന്നതിന് 500 രൂപ കൊടുക്കണം. അപ്പൊ അതെനിക്ക് 500 രൂപ പോലും മുടക്കാതെ എസ്എം എല്ലാം കഴുകി മനസ്സുകൾ ഇപ്പൊ എല്ലാരെ കാണുമ്പോഴും സന്തോഷവും സ്നേഹവും മാത്രം. പിന്നെ ഞാൻ ഇന്നും കൂടെ എസ് എം വൈഫിനോട് പറയായിരുന്നു, നമുക്ക് പിന്നെ കോഴിക്കോട് ചെല്ലുമ്പോ എസ്എമ്മിനെ കാല് തൊട്ട് തൊഴണം. ഒന്ന് വിടണേ എസ്എമ്മേ, കാല് തൊട്ട് തൊഴാൻ വിടണം, വിടാതിരിക്കരുത്. നമ്മൾ വയസ്സന്മാരാന്ന് പറഞ്ഞിട്ട് വിടാതിരിക്കുക. പിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരും, ചിലപ്പോൾ കടിച്ചു പറിക്കും. അത് സൂക്ഷിച്ചോളുക. അപ്പൊ എനിക്ക് ഒരു പാട്ട് ഇപ്പൊ പാടാൻ തോന്നുന്നത് പറഞ്ഞാല് എസ്എമ്മിന് വേണ്ടിയും എല്ലാവർക്കും വേണ്ടി, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന്, കരുണാമയനാം ദൈവമൊന്ന്, ദൈവമൊന്ന്, ദൈവമൊന്ന്. ഒരുപാട് സ്നേഹ സന്തോഷം. ഓക്കെ, കൊള്ളാം. ദൈവത്തിന് വിളിച്ചു വരുത്തണം. അതെ.